അപ്പോൾ നെക്സ്റ്റ് ചലഞ്ച് തുടങ്ങാൻ ഞാൻ ഏകദേശം സെറ്റായി കാര്യങ്ങളൊക്കെ നീക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. കാര്യം നോമ്പ് ഏകദേശം പകുതിയൊക്കെ ആയപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി നമുക്കങ്ങ് ഡയറ്റും കൂടെ തുടങ്ങിയേക്കാം. കാര്യം ഇടയ്ക്ക് വെച്ച് ആ മെഡിസിൻ്റെയൊക്കെ ഒരു പവർ എൻ്റെ തലക്കരിച്ചപ്പോഴത്തേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് ഡൗൺ ആയെങ്കിലും ഞാൻ അവിടെ നിന്ന് എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തു. എൻ്റെ പഴയ ഫോട്ടോസും ഇനി എനിക്ക് ചേഞ്ചസ് വരാനുള്ള എൻ്റെ ഇടാത്ത ഉടുപ്പുകളും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണ ഡ്രസ്സ് എൻ്റെ ആ കല്യാണ ബ്ലൗസ് എനിക്ക് ഇടാൻ പറ്റുക എന്നുള്ളതാണ്. ഞാൻ ഇതുവരെ അത് നോക്കിയിട്ടില്ല ഇടാൻ പറ്റുമോ ഇല്ലയെന്നൊന്ന്. അപ്പോൾ അങ്ങനൊരു ലക്ഷ്യമായിട്ടാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. ഇത്തവണത്തെ 100 ഡേയ്സ് ചലഞ്ചിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ലക്ഷ്യം സാധിച്ചെടുക്കും. അടുത്ത മാസം എൻ്റെ 15 വർഷം തികയാണ് മാഷാ അല്ലാഹ് ഞാൻ എൻ്റെ ജീവിതയാത്ര തുടങ്ങിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇത്തവണ പെട്ടെന്ന് തന്നെ സ്വരുക്കൂട്ടാനായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, വെജിറ്റബിൾസും അതുപോലെ തന്നെ സാലഡിനുള്ള സാധനങ്ങളൊക്കെ. അതിനിടയ്ക്ക് മോന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ കയറിയപ്പോഴത്തേക്കും ചെറിയവൻ ഓടി നടന്ന് അതും ഇതൊക്കെ പിറക്കുന്നുണ്ട്. ഞാൻ കയ്യിലെടുത്ത് വെച്ച സ്കെച്ചും കൊണ്ട് അവൻ പോയിട്ടാ വീട്ടിൽ കൊണ്ട് ചെന്നാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള കുരിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പുകയാണ്. അപ്പോൾ 100 ഡേയ്സ് ചലഞ്ചുമായിട്ട് കാണാൻ. ടാറ്റാ ബൈ ബൈ.